വീട്ടിലെ എനർജി ലെവൽ മാറ്റിയാൽ ജീവിതം മാറുമെന്ന് പറയുന്നത് ഉള്ളതാണോ? സംശയമുണ്ടോ? നമുക്ക് നോക്കാം. ഒരു വീട്ടിൽ സമാധാനം ഉണ്ടാകണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു ചോദ്യം, ഈ സമാധാനം എവിടെ നിന്നാണ് വരുന്നത്? പണമുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവുമോ? നല്ല വീടുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാകുമോ? അതോ നല്ല ബന്ധങ്ങളുണ്ടെങ്കിലോ? അതെ, ഇവയെല്ലാം പ്രധാനമാണ്. പക്ഷേ അതിനു മുൻപ് നമുക്കൊരു കാര്യം അറിയേണ്ടതുണ്ട്. ആരോഗ്യം, എനർജി. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മക്കളും അപ്പൂപ്പനും അമ്മുമ്മയും, എന്തിന്, വീട്ടിൽ പണിയാൻ വരുന്ന ആളുകൾ വരെ, എല്ലാവരും ശാരീരികവും മാനസികവും വൈകാരികവുമായി ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ ആ വീട്ടിൽ യഥാർത്ഥ സമാധാനം ഉണ്ടാവുകയുള്ളൂ. ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ട സമയത്ത് നടക്കേണ്ടതുപോലെ നടക്കുകയുള്ളൂ. നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ചില വീടുകളിൽ എപ്പോഴും സംസാരിക്കുന്നത് എന്താണ്? ഇന്നെനിക്ക് ശരീരവേദന, ഇന്നലെ അവന് ജലദോഷമായിരുന്നു, ഈ വീട്ടിലെ ജീവിതം ഒട്ടും നന്നല്ല, ഇവിടെ എന്നും പ്രശ്നങ്ങൾ മാത്രമാണ്, കള്ളക്കടം വാങ്ങി ബുദ്ധിമുട്ടി, തുടങ്ങി എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ചെറിയ കാര്യങ്ങൾ പോലെ നമുക്ക് തോന്നും. പക്ഷേ ഇത് എനർജി സ്ലോലി ഡ്രെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു വീട്ടിലെപ്പോഴും അസുഖം, ഭയം, പ്രശ്നം എന്നൊക്കെ മാത്രം സംസാരിക്കുമ്പോൾ അവിടെ ചിരി കുറയും. ഇത് കേട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഓർക്കും, ഇവിടെ എന്തോ പ്രശ്നം സംഭവിക്കാൻ തുടങ്ങുന്നു എന്ന്. മനസ്സിന് ഭാരമില്ലാതെയാവും, മനസ്സിൻ്റെ ഭാരം ഏറും. ഇത് മെല്ലെ മെല്ലെ എന്ത് സംഭവിപ്പിക്കും? ആ വീട്ടിലെ സമാധാനത്തെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തും. ഇത് സൈക്കോളജിക്കൽ മാത്രമല്ല, സയൻറ്റിഫിക്കായി നോക്കിയാലും ഇതിനർത്ഥമുണ്ട്. നമ്മുടെ ബ്രെയിൻ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അത് റിയൽ ആണെന്ന് ബ്രെയിൻ വിശ്വസിക്കും. എപ്പോഴും അസുഖം, പ്രശ്നം എന്നൊക്കെ റിപ്പീറ്റ് ചെയ്താൽ ബ്രെയിൻ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് കാര്യങ്ങൾ വന്നാലും ഇതെനിക്ക് അസുഖത്തിന് വേണ്ടി മാത്രം വരുന്ന കാര്യമാണെന്ന് ബോഡിക്ക് അത് നിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കും. അതിൻ്റെ പ്രതികരണം ശരീരത്തിലും ഉണ്ടാവും. ഹോർമോൺസ് മാറും, സ്ട്രെസ് കൂടും. അതുകൊണ്ട് മെല്ലെ മെല്ലെ കുടുംബത്തിൽ, ഫാമിലി മുഴുവൻ ഒരു ലോ എനർജി സോണിലേക്ക് മാറും. ശ്രദ്ധിച്ചിട്ടില്ലേ? ഒരാൾക്ക് രോഗം വന്നാലുടൻ അടുത്തയാൾക്കും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. തീരുമാനങ്ങൾ എടുക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അത് ക്ലിയർ ആവില്ല. ഫിനാൻഷ്യൽ ഗ്രോത്ത് സ്ലോ ആകും, ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം, ഇത് ഓവർ തിങ്കിങ് അല്ലേ? പക്ഷേ ഒരു ചെറിയ എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഒരു വീട്ടിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരാൾ ചിരിച്ചുകൊണ്ട് പറയും ഗുഡ് മോർണിംഗ്. ആ വീട്ടിൽ അടുത്തയാളും തിരിച്ച് ഒന്നുമില്ലെങ്കിൽ പുഞ്ചിരിക്കുകയെങ്കിലും ചെയ്യും. മറ്റൊരു വീട്ടിൽ ആദ്യ വാക്ക് ശോ തലവേദന എടുത്തിട്ട് വയ്യ. തലവേദന എടുത്തിട്ട് വയ്യ എന്ന് ആ വീട്ടിൽ അമ്മ പറയുന്നത് കേട്ടാൽ കുട്ടികൾ അപ്പോൾ തന്നെ വിചാരിക്കും, ഇന്ന് എൻ്റെ കാര്യം പോക്കാ, അല്ലേ? ഈ രണ്ട് വീടുകളുടെ എനർജി സെയിം ആയിരിക്കുമോ? ഒരിക്കലുമല്ല. എനർജി ചേഞ്ച് ആകുമ്പോൾ വീട്ടിലെ വൈബ് മാറും. അത് കുട്ടികളെ ഡയറക്റ്റ്ലി ബാധിക്കും. ഡയറക്റ്റ്ലി മാത്രമല്ല, ഇൻഡയറക്റ്റ്ലിയും ബാധിക്കും. പ്രത്യക്ഷമായും പരോക്ഷമായും കേൾക്കുന്ന ഓരോ വാക്കുകളും കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളപ്പോൾ ചിന്തിക്കുന്നത് എന്താണ്? ഇവിടെ ജീവിതം ബുദ്ധിമുട്ടാണ്, ഇവിടെ എപ്പോഴും പ്രശ്നമായിരിക്കും, എൻ്റെ വീട്ടിൽ എന്നും പ്രശ്നമാണ്. അവരുള്ളിലേക്ക് എടുക്കും ഇതെല്ലാം. അവരുടെ കോൺഫിഡൻസ് കുറയും, ഫിയർ കൂടും, വളർച്ച സ്ലോ ആവും. പക്ഷേ ഒരു വീട്ടിൽ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടെങ്കിൽ അവിടുത്തെ കുട്ടികൾ ബോൾഡാവും. അവർ കണ്ടു വളരുന്നത് തന്നെ നല്ല കാര്യങ്ങളായിരിക്കും. മടിയുണ്ടാവില്ല. അവർക്ക് ഈ വീട്ടിൽ ജീവിതം സേഫ് ആണെന്ന് തോന്നും. അവർ വലിയ സ്വപ്നങ്ങൾ കാണും. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്തു തുടങ്ങും, ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, ഇത് മാറ്റാൻ എന്ത് ചെയ്യാം? കമൻറ്റ് ബോക്സിലേക്ക് എഴുതൂ. എന്ത് പ്രശ്നമാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്? ഇത് മാറ്റാൻ നമുക്ക് വളരെ സിമ്പിളായി ഒരു കാര്യം ചെയ്യാം.
അത് പവർഫുള്ളാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മൾ എന്തില്ല എന്ന് പറയുന്നതിന് പകരം എന്തുണ്ട് എന്ന് മാത്രം ശ്രദ്ധിക്കുക. എന്നിട്ട് ആവർത്തിച്ചു പറയുക. നിങ്ങളുടെ പേരൻസിനെ നോക്കി പറയുക. നിങ്ങളുടെ പങ്കാളിയെ നോക്കി പറയുക. ഓരോരുത്തരോടും ഇങ്ങനെ പറയുക. പേരൻസിനെ നോക്കി പറയുക, അച്ഛനും അമ്മയും ആരോഗ്യത്തോടെ ഇരുന്നതിന് നന്ദി. പങ്കാളിയെ നോക്കി ആവർത്തിക്കുക, നിങ്ങളുടെ ആരോഗ്യത്തിന് നന്ദി. ഇതൊരു ചെറിയ വാക്ക് പോലെ തോന്നിയെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എനർജി ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഗ്രാറ്റിറ്റ്യൂഡ് എന്തെല്ലാമാണ് നൽകുന്നത്? മനസ്സ് കാമാക്കും, സ്ട്രെസ് കുറയും, റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവും. അതിലും പ്രധാനമായി വീട്ടിലെ എനർജി ഉയർത്തും. എനർജി ഉയർന്നാൽ സമാധാനം സ്വാഭാവികമായി വന്നു ചേരും. ഫിനാൻഷ്യൽ ഫ്ലോ മെച്ചപ്പെടും. കുട്ടികളുടെ വളർച്ച സ്പീഡിലാവും. കുട്ടികൾ വലിയ വലിയ നേട്ടങ്ങൾ നേടും. ഇത് മാജിക്കല്ല, ഇതാണ് മൈൻഡ് ട്യൂണിങ്. രാത്രിയിൽ കിടക്കാൻ നേരത്ത് നിങ്ങൾക്ക് എന്തിനെല്ലാം നന്ദി പറയാമോ അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുക.